എല്ലാവർക്കും ലിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നവര് അത് കുടിച്ചു കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് അരമണിക്കൂറിനകത്ത് ചെയ്യേണ്ട ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇൻ കേസ് ഗ്രാമ്പൂ വെള്ളം കുടിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മറ്റുള്ള എക്സസൈസുകളിൽ നിന്ന് ഫെർട്ടിലിറ്റി എക്സസൈസിനെ മാറ്റി നിർത്തുന്നത് അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ടാണ്. നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടും ലോവർ അബ്ഡമന്റെ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എല്ലാം തന്നെ. പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈല് സെഡൻഡറി ആയി പോകുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ചിലപ്പോൾ ഉണ്ടാകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഇപ്പൊ PCOD തൈറോയിഡോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ പ്രത്യുൽപാദന അവയവത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് ചെയർ പോസ് എന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ചെയർ പോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കസേരയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഇതിനുണ്ടാവുമെന്ന്. നമ്മൾ കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു എക്സസൈസ് അല്ല ഇത്. കസേരയിൽ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് കസേര ഇല്ലാതെ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ ചെയർ പോസ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ്. നമ്മുടെ കാലുകൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മുടെ കൈകൾ രണ്ടും നേരെ ഒരു പൊസിഷനിൽ നീട്ടി അങ്ങ് പിടിക്കുക. നമ്മൾ പ്രജ്ഞയൊക്കെ പറയില്ലേ അതുപോലെ നേരെ അങ്ങോട്ട് കൈ രണ്ടും ചേർത്ത് നമ്മൾ അങ്ങോട്ട് ഒരേ ഒരു പാരലായിട്ട് വെക്കുക. സീറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ് ചെയർ പോസ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പർ ബോഡി, നമ്മുടെ ഷോൾഡർ, ചെസ്റ്റ്, സ്പൈന്, നെക്ക് ഇതൊക്കെ സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബോഡി ഒന്ന് ടോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ലെഗും അതുപോലെ തന്നെ സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇത് നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും നമ്മുടെ ചെസ്റ്റ് നന്നായിട്ട് എക്സ്പാൻഷൻ ആവുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള യോഗയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. നമ്മൾ ഫിസിക്കലിയും മെന്റലിയും ഒന്ന് റീഫ്രഷ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. മൈൻഡൊക്കെ ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മൈൻഡൊക്കെ നല്ല പോസിറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഈ ഒരു യോഗ പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് വരുന്നത് നമ്മുടെ ഓർഗൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഇന്നർ ആയിട്ടുള്ള കോർ മസിൽസ് ഒക്കെ ഒന്ന് ടോൺ ചെയ്യുന്നതിനും അതുപോലെ അബ്ഡോമൻ മസിൽസ് ഒക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ സ്പൈൻ നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കുന്നു. നമ്മൾ നമ്മുടെ നടു നേരെ പിടിച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. നടു ഒന്നും വളയുന്നില്ലല്ലോ, അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോഴേക്കും നടുവിനൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരുന്നതിനും വേദനയൊക്കെ ഉണ്ടാകുന്നത് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി റീപ്രൊഡക്റ്റീവ് ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകൾക്കും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കും എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഇപ്പോൾ തിക്നെസ് കുറഞ്ഞു പോകുന്ന ആളുകൾക്ക് അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് അതുപോലെ എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് യൂട്രസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബോഡിയിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും സ്റ്റിമുലേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അണ്ടാശയം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും ട്യൂബ് നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പുരുഷന്മാരെ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സിനോടൊപ്പം തന്നെ അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രിമച്വർ ആയിട്ടുള്ള ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുരുഷന്മാർ
പുരുഷന്മാരുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. പുരുഷന്മാർ പലപ്പോഴും വീക്കായി പോകുന്ന സമയത്ത് ആ ഒരു ബെഡിൽ അതിനനുസരിച്ചിട്ട് സ്ത്രീകളും പുരുഷന്മാരും സഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മുടെ ബോഡി ഒന്ന് ടോൺ ചെയ്തെടുക്കുന്നതിനും ഓവറോൾ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ഇരിക്കുന്ന ഒരു പൊസിഷൻ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. കാലൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു ലോവർ ബോഡിക്ക് നമ്മളൊരു പ്രഷർ കൊടുത്ത് കാലിൽ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗമൊക്കെ വികസിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ വികസിച്ചാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ നടക്കൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ടേക്ക് പോകാനായിട്ട് നോക്കാം കേട്ടോ. ഇനി എപ്പോഴൊക്കെയാണ് ഈ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒന്ന് പെൽവിക്ക് ഒന്ന് സ്ട്രെച്ച് ആവുന്ന രീതിക്കോ അല്ലെങ്കിൽ കാലൊന്ന് അകത്തിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പീരീഡ്സിന്റെ ടൈം സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ എല്ലാ സിറ്റുവേഷൻസ് ഒന്നും കുഴപ്പമില്ല. കപ്പ് വെക്കുന്നവരാണ്, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സിന്റെ സമയത്താണെങ്കിലും മറ്റുള്ള മെൻസ്ട്രൽ ക്രാംസ് ഒന്നും ഇല്ല എങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പീരീഡ്സിന്റെ സമയം മുതൽക്ക് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നത് എഗ് ക്വാളിറ്റിയോട് കൂടി വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഓവുലേഷന്റെ ആ ഒരു പ്രോസസ്സ് നമ്മൾ കാണുന്ന ഒരു 5 ദിവസം അല്ലെങ്കിൽ ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാവുന്ന ഒരു 5 ദിവസം മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയല്ല. പീരീഡ്സിന്റെ 2ാമത്തെ ദിവസം മുതൽ നമ്മുടെ എഗ് ഗ്രോ ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും എത്ര എഗ് ആ ഒരു സമയത്ത് ഗ്രോ ആകണമെന്ന് ഡിസൈഡ് ചെയ്തത് ഒരു 3 മാസം മുൻപൊക്കെയാണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ മുതൽ നമ്മൾ ബോഡിയെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ക്വാളിറ്റി ഉള്ള ഒരു എഗ് അവിടെ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ പീരീഡ്സിന്റെ സമയത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നത് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം 1 മാസം കൊണ്ട് നിങ്ങൾ നിർത്തരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ. പീരീഡ്സിന്റെ സമയത്ത് അപ്പോൾ മറ്റുള്ള ഡിസ്കംഫോർട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. യാതൊരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നത്. തുടക്കക്കാരിയായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 60 സെക്കൻഡ് ഒക്കെ ആയിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അത്രയും നേരം വരെ നിങ്ങൾ നിന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. നോർമൽ പൊസിഷനിൽ, നമ്മൾ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക. അതിനുശേഷം എഗെയിൻ നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുക. ദെൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 60 സെക്കൻഡ്സ് നിങ്ങൾ അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ റിലാക്സ് ചെയ്യുക. ബ്രീത്ത് ഇൻ നന്നായിട്ട് ചെയ്യുക, ബ്രീത്ത് ഔട്ട് സ്ലോലി ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒരു രീതിക്ക് നിങ്ങളൊരു 10 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കാലിൽ നല്ല പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകും. മസിൽസിന്റെ ഭാഗത്ത്, മുട്ടിന് താഴെയുള്ള മസിൽസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാകും. കാരണം നമ്മൾ ആ പൊസിഷനിലൊന്നും അധികം യൂസ് ചെയ്തിട്ടുള്ളവരല്ല. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അവർ ഫെമിലിയർ ആണ്, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ ജസ്റ്റ് 1 ടൈം ചെയ്യുന്ന ഒരാൾക്ക് കാലിൽ വേദന ഉണ്ടാകും. നിങ്ങൾ അത് ഓർത്ത് സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സസൈസുമായിട്ട് നിങ്ങളുടെ ബോഡി പൊരുത്തപ്പെടും. ആ ഒരു വേദന ആ ഭാഗത്തൊന്നും നിങ്ങൾക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സ് ആക്കിയിട്ട് നിങ്ങൾ നീട്ടിക്കൊണ്ട് പോവുക. അതിനുശേഷം ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി രാവിലെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഭക്ഷണമൊക്കെ ദഹിച്ച് നിങ്ങൾക്കൊരു വിശപ്പ് തുടങ്ങുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഈ ഒരു എക്സസൈസ് ചെയ്യുക. നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെല്ലാം തന്നെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള എഗ് വളരാൻ സഹായിക്കുന്നത് പോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും കുഞ്ഞിലോട്ട് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ഓക്സിജൻ സപ്ലൈയും കൃത്യമായിട്ടുണ്ടാകുന്നതിനും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടി ഗ്രോത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പീരീഡ്സിന്റെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്ന ആളുകൾ ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട. ഫ്ലോ നിങ്ങൾക്കൊന്ന് കുറഞ്ഞു തുടങ്ങുന്ന ഒരു ഡേയ്സ് ഉണ്ടാവില്ല, ഒരു 3-4 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും ബ്ലീഡിങ് എല്ലാവർക്കും ഒന്ന് ഒതുങ്ങുമല്ലോ. ആ ദിവസം മുതൽ നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മതി. അത്രയും ദിവസം ബ്ലീഡിംഗ് ഉള്ള അത്രയും ദിവസം നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് സ്ലോവിൽ ഇരുന്നിട്ടുള്ളത് ചെയ്യാവുന്നതാണ്, പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 ദിവസങ്ങൾ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും എഗ് സ്പേമും തമ്മിൽ ഫെർട്ടിലൈസ്ഡ് ആകുന്നതിനും സെൽ ഡിവിഷനൊക്കെ നന്നായിട്ട് നടന്ന് ട്യൂബിൽ ഇംപ്ലാന്റ് ആവാതെ അത് പുഷ് ചെയ്തിട്ട് യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് ഫലോപ്പിയൻ ട്യൂബിനും ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.